ഓർപ്പിച്ചതുപോലെ പടിഞ്ഞാറേ വാതിൽ വഴി പ്രവേശിക്കുകയും ദേവാലയത്തിൻ്റെ വടക്കും തെക്കും വഴിയുള്ള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം. ദേവാലയത്തിനകത്തെ സ്ഥലപരിമിതി നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കാണുവാൻ വരുന്നവർക്ക് പ്രയാസമുണ്ടാകാതെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. വാതിലടഞ്ഞ് ദയവായിട്ട് ആരും നിൽക്കരുത്. പുറത്തേക്ക് പോകാനുള്ളവർക്ക് അതിനുള്ള ക്രമീകരണം ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിനകത്ത് നിൽക്കുന്നവർ പ്രാർത്ഥനാപൂർവം അതിൽ സംബന്ധിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രിയ മാതാവ് വട്ടക്കുന്നയിൽ കുടുംബാംഗമാണ്. അതോടൊപ്പം തന്നെ ഭവനത്തിൽ വെച്ച് ഓർമ്മിപ്പിച്ചതുപോലെ ദേവാലയ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ആരാധന കാര്യങ്ങളിൽ ഈ മാതാവ് കാട്ടിയതായ ആ വലിയ തീവ്രതയെ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. ഇതൊരു വലിയ മാതൃകയാക്കി തലമുറകൾക്ക് കാട്ടിക്കൊടുത്തുകൊണ്ടാണ് ഈ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഇപ്പോൾ വട്ടക്കുന്നയിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുടുംബയോഗത്തിന് വേണ്ടി ബൊക്കെ സമർപ്പിക്കുന്നതാണ്. വർഷക്കാലം ഈ ലോകത്ത് ധന്യമായി ജീവിച്ച് ഈ പ്രിയ മാതാവ് മാറ്റപ്പെടുമ്പോൾ അത് ഇടവകയെ സംബന്ധിച്ച് ദുഃഖപൂർവമായ ഒരു അനുഭവമാണ്. ഒരു മുതിർന്ന അംഗത്തിന്റെ മാറ്റപ്പെടൽ ഇടവകയെ സംബന്ധിച്ചുള്ള ഉണ്ടാകുന്ന ആ വലിയ ദുഃഖത്തെ ഇപ്പോൾ ഇടവകയുടെ കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ കുടുംബാംഗവുമായ ശ്രീ പ്രമോദ് ജേക്കബ് ഭൗതിക ശരീരത്തിൽ ശോഷപ്പ അർപ്പിച്ചുകൊണ്ട് അറിയിക്കുന്നതാണ്. ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നു. ദേവാലയത്തിനകത്ത് നിൽക്കുന്നവർ ദയവായിട്ട് നിങ്ങൾ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കണം. ആരോഗ്യ പ്രയാസമുള്ളവർക്ക് അവിടെ ഇരിക്കാൻ, ബാക്കിയുള്ള എല്ലാവരും എഴുന്നേറ്റ് ആരാധനയിൽ സംബന്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ദേവാലയത്തിനകത്തും പുറത്തും നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, സംസാരിക്കാതെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതെ പ്രാർത്ഥനാപൂർവമായ ഒരു യാത്രയയപ്പ് ഈ പ്രിയ മാതാവിന് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇവരുടെയും സഹകരണം ഹൃദയപൂർവ്വം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക ശരീരം ശുശ്രൂഷ സമയത്ത് കാണുവാൻ വരുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും. അത് ഭവനാംഗങ്ങൾ അതിനെ ക്രമീകരിച്ചു കൊടുക്കണം. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 സ്തുതി. പരിശുദ്ധനാകുന്നു
പരിശുദ്ധമാരാകുമാരായും വഴിനടത്തപ്പെടുവാൻ സംഗതികാരണമേ. ആത്മാവ് ഗോപ്രസന്നപ്പെട്ടൂടെ അവിടെ നിന്ന് എതിരെടുക്കുവാനാകണമേ. ഭൂഘട്ടൻ പ്രാർത്ഥന തിരുമുൻപിൽ ശ്രദ്ധിച്ചിടണമെന്യാജനയെ ചിന്തിച്ച് കുടിയത് വീണവരെ പോൽ ഹല്ലേലൂയ തുണയറ്റൊരു നരനെ പോല ഞാൻ പാർക്കുമോ. സൗഭാഗ്യം അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിതമായ ഇവിടെ ശരണവും സൃഷ്ടിയുള്ള പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർവും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദത്തിലിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയും ഇരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ആദിതമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെ അതിന്റെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ കർത്താവേ, അവിടുന്ന് ഭയങ്കരനും അവിടുത്തെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും അവിടുത്തെ ദിവ്യ ദൃഷ്ടിക്ക് ഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാൻ മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. അവിടുത്തെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസം വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ മകളുടെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിക്കുന്നവരായ സമാധാനമാലാകമാർ മൂലം ഇവരുടെ ആത്മാവിനെ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവരുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളിൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണ്ണമായ വലങ്കി
സദൃശവാന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചുകൊള്ളണമേ. ഇവളുടെ പ്രമാദ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവളെ വിധിക്കരുത്. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, നിങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കരുതൽ തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവളിലും ഓർക്കണമേ. നിങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടാകുന്ന ഏകോദന കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ദൈവമുള്ള സ്നേഹ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാധാരണ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോലെ തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അനുയായും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതാണ് നിന്റെ മഹിമയിൽ ഇവളാൻ നയിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ നിങ്ങൾ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെളിവുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിധിയാണ് ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ നിങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവിടെ മുഖത്ത് അത് കണ്ണുനീരുന്നു നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മനുഷ്യകാരുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി എന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമാണെന്ന പ്രതീക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിനുപയാണ് ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷത്തെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി എതിർപ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന് ദാസരുമായ ഞങ്ങളെല്ലാവരും ആദിത്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹനാതീതവുമായ തിരുനാമത്തെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധരൂഹായ സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ദൈവത്തിൽ നടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും ഇന്നവൻ നയിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. വേഗം വന്നെത്തിയിടണം ദാതാവിൻ ദയയൻ മുൻപിൽ. എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ല നേടങ്ങൾ. പൊന്നിലും വിലയിൽ അവിടെങ്ങും അങ്ങീശോയാം ദേവേശൻ വിധിപീഠത്തിൽ ധനികരുദീനതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനൻ ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയുകീട. സത്തമനീ തലവത്സരനെ അവിടെ തോന്നണവൻ നാത്തിച്ചിടും കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണക്കിയതിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചി കിടക്കുന്ന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളെ കണ്ടെത്തുന്ന ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളുടെ നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ.
നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ ജീവനോടെ ശേഷിക്കുന്നവരായി നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖമാരുടെ അകമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനിയോടുകൂടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ മശിഹായിലുള്ള ഉൾപ്പെട്ടവരായി മരിച്ചുപോയവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽക്കാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെയല്ല ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനം മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ആഹായി മറന്നോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധമായ എവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ ശ്രീഹായുടെ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്നും ശുദ്ധാകന്യമറിയാകുന്നു ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് നമ്മുടെ
യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. വീണ്ടും സ്വർഗരാജ്യം മണവാളത്തെയും മണവാട്ടിയുടെയും എതിരേറ്റിനായിട്ട് ദിവ്യക്ഷനെടുത്ത് പുറപ്പെട്ട കന്യമാർ സദസ്യരായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനനും ആയിരുന്നു. ബുദ്ധിഹീനർ തങ്ങളുടെ ദിവ്യക്ഷികളുടെ എടുത്തു എല്ലാം കൂടെ എടുത്തിട്ടില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദിവ്യക്ഷികളോടുകൂടെ പാത്രങ്ങൾ തന്നെയും എടുത്തു. മണവാളൻ താമസിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവരെതിരെ പുറപ്പെടുകയും എന്ന ആർക്കൂടി ഉണ്ടായി. അപ്പോൾ ആ കന്യമാരെല്ലാവരും എഴുന്നേറ്റു തങ്ങളുടെ ദിവ്യക്ഷികളെ തെളിയിച്ചു. ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ ദിവ്യക്ഷികൾ കെട്ടുപോകുന്നതുകൊണ്ട് ഞങ്ങളുടെ എണ്ണയിൽ നിന്നൂടെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കും മതിയാകുമെന്നും വന്നേക്കാം. നിങ്ങളുടെ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുകയും എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവരോടെയും വിരുദ്ധശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കുകയും ചെയ്തു. കൊടുക്കുകയും ആ വലിയ കന്യകമാരിൽ വന്നു. പ്രഭു പ്രഭു, ഞങ്ങൾക്ക് വാതിൽ തുറക്കണമേ എന്ന് പറഞ്ഞു. അവരുത്തരമായിട്ട് അവരോട്, ഞങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും ഞങ്ങൾ അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയോടെ ഇരിക്കുന്നതാണ് കൽപ്പിച്ച് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായിസോനെന്ന് ഏറ്റു ചൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ മർക്കത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടു കൂടി നിർവാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും ഓർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാവശ്യം കുറിയലായിസോനെന്ന് ഏറ്റു ചൊല്ലണം. Amen.
വെൺകാത്തിടണം കർത്താവിനായ തീർപ്പിൽ സ്കീപ്പാമേ മോഷ്ടാവേ പോലൻപാൻ എന്നീ വാഴ്ത്തേണം ബാർക്കുമോ തങ്ങൾ കുരിശു ബഹോല ബോല ബഹോവൻ റൂഹോ കാദീശോ റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം കൊണ്ട ഈ ഹൃദയെ പ്രതി കേഴേണ്ട ജീവൻ നൽകുമവൾക്കുള്ളിൽ സ്ഥിതമാം സംസ്കാര ശുശ്രൂഷയുടെ കേന്ദ്രീയ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളിൽ ഒരാൾ മുൻപോട്ട് വന്ന് മദ്ബഹായുടെ നടയിൽ 3 പ്രാവശ്യം കുമ്പിട്ട് അതിനുശേഷം കുഴിക്കാണം ദേവാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. മദ്ബഹായുടെ നടയിൽ 3 പ്രാവശ്യം കുമ്പിട്ടതിന് ശേഷം കുഴിക്കാണം സമർപ്പിക്കേണ്ടതാണ്. കുമ്പിട്ട് കുഴിക്കാണം സമർപ്പിച്ചതിന് ശേഷം മാതാവിൻ്റെ മുഖം ശോഷത്വം കൊണ്ട് മൂടുകയും കാർമികൻ തൈലമൊഴിച്ചും മണ്ണിട്ടുമുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതുമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. മറയ്ക്കുമോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരം ഈ നിന്റെ ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗസേനകളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ഓയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈനികളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഈ നിന്റെ ദാസി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ നിന്റെ ദാസി സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം വീഴ്ത്തപ്പെടുന്നു. നിറവേറിയിരിക്കുന്നു. അസ്ഥികളിന്മേരാശി സമ്പന്നീർത്തു
ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായിരിക്കും. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഉപജീവനേ ഈശോരാജാവേ, മൃതക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. യെരൂശലേമിന്റെ കുശലം അന്വേഷിക്കുകയും നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാവട്ടെ. ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മയെ അന്വേഷിക്കും. സമയം സുതരും ഇരുലോകത്തും നീകുന്നേ ഞാൻ കൃപതോന്നണമേ എൻ മേലെങ്ങും എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീയുയിരേകിൽ പാഴാക ഞാൻ. ഈ ദാസിയ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം. എന്നേക്കും സ്തുതിനാഥനും അഭിനന്ദനും റൂഹുദിശായ്ക്കും മുറിയോ ആകെ മേലെ ധുവാദാറായി ആർദ്രതയാൽ നാഥ ദേവാദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ബലമായി വളേ. കാക്കും വീടിനെ വാഴ്വോക്കും വീട്ടിൽ ദേവേശായ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. ഓർക്കെന്നെ മശിഹാമന്നാ നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിനാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകാം. ദേവാദാസിക്കേണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വരേ. സ്വർഗീയമാലാകമാരും പ്രധാനമാലാകമാരും സ്ത്രീകളുമാണ് ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് ചരണം ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ പുത്രനായ കർത്താവേ, വിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്ഥിരയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചവരുമായിട്ടുള്ള ദേവിയാശിയുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നീ മാത്രം പരിശുദ്ധനാവുന്നു. വിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹാ നീ മാത്രം പിതാവാം ദൈവത്തിന്റെ ഭാഗത്തിന് നിത്യമായി കർത്തവ്യമുള്ളവരുമാകുന്നു. എല്ലാ കാലത്തും ഞങ്ങളുടെ ജീവിതം വാഴ്ത്തുകയും പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം മഹത്വമുള്ളവർ പ്രാബല്യമുള്ളവരുമാകുന്നു. ഇപ്പോഴും എല്ലാ സമയത്തും രക്ഷിക്കപ്പെട്ടവനെ
ദേവാലയത്തിൽ വെച്ചുള്ള സംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിലൂടെ പൂർത്തിയാകുന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യമായ കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട ഇസ്രായേൽ റബ്ബാച്ചൻ, അതോടൊപ്പം CO ജോർജ് അച്ഛൻ, കുടുംബാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാണിയച്ഛൻ, ഈ പ്രിയ മാതാവിൻ്റെ മകൾ ഓമനയാൻറ്റി ഇടവകയിൽ നിന്ന് അവിടെ ശുശ്രൂഷിച്ച് കടന്നു വന്ന ബഹുമാനപ്പെട്ട കുടിമറ്റത്തിൽ PC വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട പോളച്ചൻ, ദീപു അച്ഛൻ, ഭവനത്തിൽ വെച്ച് ഓർമ്മിപ്പിച്ചതുപോലെ ജന്മം കൊണ്ട് വലിയ കത്തീഡ്രൽ അംഗമെങ്കിലും കർമ്മം കൊണ്ട് ശുശ്രൂഷ സംബന്ധമായി എല്ലാ കാര്യങ്ങളും നട്ടാശ്ശേരി സെന്റ് തോമസ് ഇടവകയിലാണ് ഈ പ്രിയ മാതാവ് സംബന്ധിച്ചിട്ടുള്ളത്. ആ ഒരു ബന്ധത്തിൽ നട്ടാശ്ശേരി ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ വികാരി ബഹുമാനപ്പെട്ട PA ഫിലിപ്പച്ചനും ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട ഗീവറീസ് വെട്ടിക്കുന്നേൽ അച്ഛനും ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ബഹുമാനപ്പെട്ട വന്യവൈദികരോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. മാതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത വട്ടക്കുന്നിൽ കുടുംബാംഗങ്ങൾ, ബന്ധുജനങ്ങൾ, സമീപവാസികൾ, പ്രത്യേകിച്ച് നട്ടാശ്ശേരി സെന്റ് തോമസ് ഇടവകയിൽ നിന്നും ആ ഭവനത്തോട് ചേർന്ന് താമസിക്കുന്ന അനേകം ആളുകൾ മരണം നടന്നു മുതൽ സംസ്കാര ശുശ്രൂഷയിൽ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യമുണ്ട്. ആ ഇടവകയോടും ഇടവക അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ഏകദേശം 100 വർഷക്കാലം, 100 വയസ്സോളം ഈ ലോകത്ത് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള വലിയൊരു ദൈവനിയോഗം ഈ മാതാവിന് ദൈവം നൽകി. ആ ദൈവനിയോഗം പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അത് കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും നിലനിർത്തുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഈ മാതാവിൻ്റെ യാത്രയയപ്പിന് കടന്നു വന്ന് പ്രാർത്ഥനാപൂർവം സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇനിയും മാതാവിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ തക്കവണ്ണം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതും സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം എല്ലാവർക്കുമുള്ള ഒരു ലഘു കാപ്പി ദേവാലയത്തോട് ചേർന്നുള്ള പാരിഷ് ഹോളിന് മുമ്പായി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി സഹകരിക്കണം എന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. ഭൗതിക ശരീരം എടുക്കാനുള്ളവർ ദയവായി എടുത്ത് പടിഞ്ഞാറേ വാതിൽ വഴി സെമിത്തേരിയിലേക്ക് പുറപ്പെടേണ്ടതാണ്, പ്രവേശിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കും. തീർക്കായി പാടിയിടും മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ദൂതൻ പിറകി വന്നപ്പോൾ ചുറ്റും പാർത്തി തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളി കൂട്ടുന്നോർക്ക വിളിവാകും നാഥ നിൻ ദൈവികമാ വലഭാഗി നിർത്തണമെന്നേ.
ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളോട് സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസത്തിലാണ് വരുന്നവരെയും മുന്നോട്ട് ദാവും മുന്നോട്ട് മറ്റു സഹായമായുള്ളവയെ ഗ്രഹീതതയുള്ളവയെ കുറവുള്ളവയുമായ നിങ്ങളുടെ പ്രാർത്ഥനയോടും നമസ്കാരങ്ങളും സത്സംസ്കാര ശുശ്രൂഷകളും ഉന്നതമായ ദൈവസ്വാധീനത്താകെ കേൾക്കപ്പെടുകയും കേൾക്കപ്പെടുന്ന അവസരങ്ങളെയും ഇപ്പോഴും എല്ലാ സമയത്തും ശുശ്രൂഷകളെ
ഇല്ല അതല്ല ഇട്ടോട്ടോ അവിടെ ഉണ്ട് അവിടെ നിന്ന് വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നെൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമെൻ തീർക്കായി പാടിടുവിൻ മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ